ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ വീഡിയോകളും സന്തോഷത്തോടു കൂടിയാണ്, എങ്കിലും ഇതിന് പ്രത്യേക ഒരു സന്തോഷമാണ്. അവിടെ ചെന്നപ്പോൾ കിട്ടിയൊരു സന്തോഷം കേട്ടോ. അച്ഛൻ്റെ വാഴത്തോട്ടത്തിൽ ചെന്നതാണ്. വാഴകളെല്ലാം മിക്കവാറും കുലച്ച് നിൽക്കുവാണേ. അതിൻ്റെ ഇടയിൽ അന്ന് വാഴക്കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പേരത്തൈ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരത് പറിച്ച് കളയാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പറിക്കണ്ടാന്ന്. അപ്പോൾ അവനും 3-4 കായ്ച്ച് നിൽക്കുന്നു. 3 പേരയ്ക്ക ഉണ്ടായിരുന്നു അതുമ്മേ. അത് കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി കേട്ടോ. ഇതിൽ വാഴക്കൊലകളെല്ലാം നമ്മൾ പടൽ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂമ്പ് ഒടിച്ചെടുക്കും കേട്ടോ. കൂമ്പിന് ഭയങ്കര ഔഷധ ഗുണമല്ലേ. കുറേ ഞങ്ങൾ എടുത്തു, പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത്. ഒന്നുകിൽ ചെറുപയറിട്ടിട്ടോ അല്ലെങ്കിൽ വൻപയറിട്ടിട്ടോ ഇത് തോരൻ വയ്ക്കുകയോ ചെയ്യുക. അതിന് പലയിടങ്ങളിലും പല പേരെ പറയും, വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് എന്നൊക്കെ പറയും. അങ്ങനെ ഇത് ഓണം വിപണിയെ ലക്ഷ്യം വെച്ചിട്ടാട്ടോ ഈ വാഴ ചെയ്തേക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റൊക്കെ വന്നാൽ ചില വർഷങ്ങളിൽ ഇത് എല്ലാം ഒടിഞ്ഞു വീഴാറുണ്ട്. പാവം അച്ഛൻ്റെ സന്തോഷമാണ്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാതെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സന്തോഷം, അച്ഛൻ്റെ സന്തോഷം കാണണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ നൊട്ടാനൊടിയനുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെടി കണ്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ എണ്ണം. ഇതൊന്നും ഇപ്പോഴത്തെ ആർക്കും അറിയില്ല. എന്തോ കാട്ടുചെടിയായിട്ട് നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ കുറേ എണ്ണം പഴുത്ത് നിൽക്കുകയാണ്. അതിലും കുറച്ച് എണ്ണമൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പഴുത്തിട്ടുണ്ട്. ചവർപ്പാണോ മധുരമാണോ എന്നറിയാണ്ട് ഒന്ന് കഴിച്ചു നോക്കി. ഭയങ്കര മധുരമായിരുന്നു കേട്ടോ.